ക്രൈസ്തവ സമൂഹം പ്രകാശവാഹകരാകണമെന്നും തിരുവചനത്തെ പ്രകാശിപ്പിക്കുവാൻ ക്രൈസ്തവ സമൂഹത്തെ ദൈവം പ്രത്യേകം ജ്വലിപ്പിച്ചു നിർത്തിയിരിക്കുകയാണെന്നും കോട്ടയം അതിരൂപതാധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ട് വ്യക്തമാക്കി. ഭരണങ്ങാനം അന്തർദേശീയ അഭിഷേകാഗ്നി കൺവെൻഷന്റെ രണ്ടാം ദിനം വചന വിരുന്നിനെത്തിയ പതിനായിരങ്ങളെ സാക്ഷിയാക്കി വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകുകയാണ് ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രസക്തിയും പ്രത്യേക ദൗത്യവും ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കിയത്. ശ്രവിക്കുന്ന വചനം നമ്മളിൽ ജ്വലിക്കുകയും ആ വചനമനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്യണം. വചനം ശ്രവിക്കുന്നവർ വചനത്തോട് ചേരുകയും മുറിക്കപ്പെടുകയും മറ്റുള്ളവർക്കായി നൽകപ്പെടുകയും ചെയ്യണം. വിശുദ്ധ അൽഫോൻസാമ ഇക്കാര്യത്തിൽ നമുക്ക് മാതൃകയാണ്. ക്രൈസ്തവ ജീവിതം ത്യാഗപൂർണവും പരസ്നേഹപരവുമാണ്. യഥാർത്ഥ ക്രൈസ്തവനിൽ വചനത്തിൻ്റെ ശക്തിയും ചൈതന്യവും പ്രസരിക്കുന്നുണ്ട്. വചനം ശ്രവിച്ച മറിയത്തിൻ്റെ അതേ ദൗത്യമാണ് ഓരോ ക്രൈസ്തവനുമുള്ളത്. കേൾക്കുന്ന വചനം നമ്മെ വിശുദ്ധീകരിക്കുന്നു. വിശ്വാസവർഷത്തിൻ്റെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെയും സാർവത്രിക സഭയുടെ മതപ്രബോധന ഗ്രന്ഥങ്ങളുടെയും പ്രബോധനങ്ങൾ ധ്യാനപൂർവ്വം പഠിക്കുകയും സംശീകരിക്കുകയും വേണം. അതിലൂടെ സഭയുടെ ജീവിക്കുന്ന മുഖങ്ങളും പ്രതിരൂപങ്ങളുമാകണം. ദൈവത്തിൻ്റെയും സഭയുടെയും പ്രബോധനങ്ങൾ എല്ലാവരും സ്വീകരിക്കണം. ലോകത്തിൻ്റെ പുതിയ സാഹചര്യങ്ങളിൽ വചനം പ്രഘോഷിക്കുന്നതാണ് നവസുവിശേഷവൽക്കരണമെന്നും മാർ മാത്യു മൂലക്കാട്ട് പറഞ്ഞു. ഫാദർ ജോർജ് ഞാറക്കുന്നൽ, ഫാദർ സെബാസ്റ്റ്യൻ മുണ്ടുമൂഴിക്കര, ഫാദർ സേവ്യർ ഖാൻ വട്ടായിൽ, ഫാദർ അബ്രാഹം തുരുത്തിയിൽ, ഫാദർ ഗിൽബർട്ട് എട്ടൊന്നിൽ, ഫാദർ സാംസൺ മണ്ണൂർ എന്നിവർ വിശുദ്ധ കുർബാനയിൽ സഹകാർമ്മികരായി. സൃഷ്ടപ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടിജാലങ്ങളുടെയും പരിപൂർണമായ വളർച്ചയും രക്ഷയുമാണ് ദൈവം കാംക്ഷിക്കുന്നതെന്ന് രണ്ടാം ദിനത്തിലെ വചന വേദിയിൽ പ്രശസ്ത വചനപ്രഘോഷകനും കൺവെൻഷൻ നായകനുമായ ഫാദർ സേവ്യർ ഖാൻ വട്ടായിൽ വ്യക്തമാക്കി. ഭരണങ്ങാനത്ത് തടിച്ചുകൂടിയ ജനങ്ങൾക്കിടയിലേക്ക് ദൈവം അനുഗ്രഹമാരി ചൊരിയുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. രണ്ടാം ദിനം കൺവെൻഷൻ പിന്നിടങ്ങുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഭരണങ്ങാനം ജനസാഗരമാകുന്ന കാഴ്ചകളായിരുന്നു കാണാൻ കഴിഞ്ഞത്. പെയ്തിറങ്ങുന്ന വചനമാരിയിൽ കുളിച്ച് പുതിയ മനുഷ്യരാകുവാൻ പതിനായിരങ്ങൾ ഒഴുകിയെത്തുകയായിരുന്നു. കൺവെൻഷന് ആതിഥ്യമരുളുന്ന വിശുദ്ധ അൽഫോൻസാ നഗറിലേക്ക് ഉച്ച കഴിയുന്നതോടെ തന്നെ ജനം ഒഴുകി തുടങ്ങുകയാണ്. അണമുറിയാത്ത ജനപ്രവാഹം മണിക്കൂറുകൾ നീളുമ്പോൾ 1,00,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള പന്തലും ഫോറാനപ്പള്ളി അങ്കണവും അൽഫോൻസ തീർത്ഥാടന കേന്ദ്രവും കവിഞ്ഞ് ജനം റോഡിലേക്ക് വരെ നീളുന്ന കാഴ്ചകളായിരുന്നു രണ്ടാം ദിനം കാണാൻ കഴിഞ്ഞത്. കൺവെൻഷൻ്റെ മൂന്നാം ദിനം മാർ മാത്യു അറക്കൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും.